ഗെയിമേഴ്സിനോട് ഫേവറേറ്റ് ഗെയിംസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഗെയിമായിരിക്കും മാർവൽ സ്പൈഡർമാൻ. ഈ ഗെയിമിൻ്റെ സക്സസ് അത്രയ്ക്ക് വലുതായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഗെയിം ഇത്രയ്ക്ക് സക്സസ്ഫുൾ ആയത്? ഒപ്പം വൈ ഇസ് ഇറ്റ് കോൾഡ് വൺ ഓഫ് ദി ബെസ്റ്റ് സൂപ്പർ ഹീറോ ഗെയിംസ് എവർ മെയ്ഡ്? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സ്പൈഡർമാൻ ഗെയിംസിന് മുമ്പ് നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ ഗെയിമേഴ്സ് വിത്തൗട്ട് ഡൗട്ട് പറയുന്ന ഗെയിം സീരീസ് ആയിരുന്നു ബാറ്റ്മാൻ ആർക്കം സീരീസ്. സ്റ്റിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് സൂപ്പർ ഹീറോ ഗെയിം സീരീസ് ആണ് ബാറ്റ്മാൻ ആർക്കം ഗെയിം സീരീസ്. റോക്ക് സ്റ്റഡിയുടെ ഈ സീരീസിനെ സൂപ്പർ ഹീറോ ജോണറിൽ ബീറ്റ് ചെയ്യാൻ അവർ തന്നെ വിചാരിക്കണമെന്നാണ് ആ ടൈമിൽ ആൾക്കാർ പറഞ്ഞിരുന്നത്. ദ റീസൺ ഇസ് ആ ടൈമിൽ ബെസ്റ്റ് കോമിക് ബുക്ക് സൂപ്പർ ഹീറോ ഓർ സൂപ്പർ ഹീറോ ഗെയിംസ് എന്ന് പറയുന്നത് ബാറ്റ്മാൻ ആർക്കം സീരീസ് തന്നെയായിരുന്നു. സ്റ്റോറി, വിഷ്വൽസ്, ഗെയിം പ്ലേ, എവറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സീരീസ് വെർ ഗ്രേറ്റ്. ആ സീരീസിലെ അല്ലെങ്കിൽ ആ ട്രയോളജിയിലെ ലാസ്റ്റ് ഗെയിമായ ബാറ്റ്മാൻ ആർക്കം നൈറ്റ് 2015 ജൂൺ 23 റിലീസാവുന്നത്. ആൻഡ് ഇറ്റ് ബിക്കെയിം എ ഗ്രേറ്റ് സക്സസ്. ഇനി സൂപ്പർ ഹീറോ ഗെയിംസിൽ എന്തെന്നായിരുന്നു ക്വസ്റ്റ്യൻ. 2016 സോണി പ്ലേ സ്റ്റേഷന് വേണ്ടി ഒരു സ്പൈഡർമാൻ ഗെയിമിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പല ഇൻസൈഡേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ 2016 ജൂൺ 13 അത് അവർ റിവീൽ ചെയ്തു, അവരുടെ സ്പൈഡർമാൻ ഗെയിം. ഇൻസോമിനിയക്കാണ് ആ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നതെന്നും ഇത് PS4 കൺസോൾ എക്സ്ക്ലൂസീവ് ഗെയിം ആയിരിക്കുമെന്നും ഒപ്പം ഒരു ടീസറും കൂടി അവർ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ആയിരിക്കുമെന്നും കൂടി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 E3 എല്ലാവരെയും ഞെട്ടിച്ചൊരു ഗെയിം പ്ലേ വീഡിയോ അവർ റിലീസ് ചെയ്തു. പിന്നീട് വിഷ്വൽ, ഗെയിം പ്ലേ, കട്ട് സീൻസ് ഒക്കെ ഒരു മൂവി കാണുന്നത്, അതായത് നമ്മളൊരു സ്പൈഡർമാൻ മൂവിയിൽ സ്പൈഡർമാനെ കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നി. അത്രയ്ക്കും കലക്കം ഗെയിം പ്ലേ വീഡിയോ ആയിരുന്നു അവർ റിലീസ് ചെയ്തത്. ഇതോടുകൂടി ഹൈപ്പ് അങ്ങ് പീക്കിലെത്തി. വെബ് സ്വിങ്ങിങ്, ഫൈറ്റ് ആനിമേഷൻസ്, അർക്കം ഗെയിംസിലുള്ള പോലെ സ്പൈഡർമാന് ഗാഡ്ജറ്റ് യൂസ് ആക്കാം. ഡേ ബൈ ഡേ ദ ഹൈപ്പ് വാസ് ഗ്രോയിങ്. ആൻഡ് 2018 E3 ഒരു എക്സ്റ്റെൻഡഡ് ഗെയിം പ്ലേ വീഡിയോയും കൂടി അവർ റിലീസാക്കി. സ്പൈഡർമാൻ വേഴ്സസ് സിനിസ്റ്റർ 6 ഗെയിം പ്ലേ വീഡിയോ ആയിരുന്നു അത്. അങ്ങനെ 2018 സെപ്റ്റംബർ 7 ഗെയിം റിലീസായി. ഇതുവരെയുള്ള എല്ലാ സൂപ്പർ ഹീറോ ഗെയിംസിന്റെ സെയിൽസ് റെക്കോർഡും തകർത്തായിരുന്നു ഗെയിമിന്റെ തുടക്കം. ആൻഡ് ദ ഗെയിം വാസ് സെറ്റ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ ഹീറോ ഗെയിംസ് എവർ മെയ്ഡ് ബൈ ഫാൻസ്. നമ്പർ 1, സ്റ്റോറി. ഞാൻ കളിച്ചിട്ടുള്ള സൂപ്പർ ഹീറോ ഗെയിംസിൽ ഏറ്റവും കണക്റ്റായ സ്റ്റോറി മാർവൽ സ്പൈഡർമാൻ ഗെയിമിന്റെ ആണ്. അത് തന്നെയാണ് സ്റ്റോറി കൂടുതൽ നമുക്ക് എൻഗേജ്ഡ് ആകാൻ സഹായിക്കുന്നതും. പീറ്റർ പാർക്കർ ആൻഡ് സ്പൈഡർമാൻ, ഈ രണ്ട് ഐഡന്റിറ്റി പീറ്റർ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ നമ്മൾ ഗെയിമിൽ കറക്റ്റായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. എസ്പെഷ്യലി ഹിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MJ. ഇവർ തമ്മിൽ ഈ ഗെയിമിൽ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇതിൽ MJയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറയാനുണ്ട്. ഇതിൽ ഓരോ മെയിൻ സൈഡ് ക്യാരക്ടേഴ്സിൻ്റെയും പേഴ്സണൽ സ്റ്റോറി കുറച്ചേ ഉള്ളെങ്കിലും നമുക്കത് കൺവിൻസിംഗ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഴ്സ്ഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ലൈക്ക് വില്ലൻസിൻ്റെ സ്പൈഡർമാനുള്ള ബാക്ക് പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ ഇതിൽ ഡയലോഗ്സിലായിരിക്കും. ബട്ട് വി നോസ് ദ ക്യാരക്ടർ. നമുക്ക് അത്യാവശ്യം ക്യാരക്ടേഴ്സിനെ അറിയാവുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ആൻമയുടെ ക്യാരക്ടർ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ക്യാരക്ടറാണ്. മെയ്ക്ക് പീറ്ററിനോടുള്ള കെയറും പീറ്ററിന് തിരിച്ചുമുള്ളതൊക്കെ സ്റ്റോറിയുടെ ബെസ്റ്റ് പാർട്സ് തന്നെയായിരുന്നു. ചില സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ പോലും സ്പൈഡർമാൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാതിരിക്കുന്നതൊക്കെ ഗെയിമിൽ അവർ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ മൈൽസ് മൊറാലസും ഫാമിലിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് സ്റ്റോറിയിൽ. മൈൽസിന്റെ ഫാദർ ജെഫേഴ്സൺ ഡേവിസ്, അദ്ദേഹത്തിന്റെ സ്റ്റോറിയും അദ്ദേഹത്തിന്റെ മരണം മൈൽസിനെ എങ്ങനെ അഫക്റ്റ് ആക്കുന്നു തുടങ്ങിയ സീൻസൊക്കെ ഇമോഷണലി കണക്ട് ആയ സീൻസ് ആയിരുന്നു. ഇനി വില്ലൻസിനെ കുറിച്ച് പറയാം. മാർട്ടിൻ ലീ ആൻഡ് ഡോക് ഓക്ക് ഓർ ഡോക്ടർ ഒക്ടോബസ്. ഇതിലെ ഫസ്റ്റ് വൺ ആണ് മാർട്ടിൻ ലീ, ഓൾസോ നോൺ ആസ് മിസ്റ്റർ നെഗറ്റീവ്. ഇതിലെ ഒരു ഗ്രേറ്റ് വില്ലനാണ്. ഹിസ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നത് ഓസ്കോർപ്പും നോർമൻ ഓസ്ബോണും തമ്മിലുള്ള പുള്ളിയുടെ പാസ്റ്റും ഹേറ്റൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം പുള്ളിയെ ആദ്യം ഈ ഗെയിമിൽ ഒരു നല്ല വ്യക്തിയെ പോലെയാണ് കാണിക്കുന്നത്. ഫീസ്റ്റ് ഷെൽട്ടറിലെ ഹെഡായിട്ട് ഇൻക്ലൂഡിങ് ആൻമേ ഫീസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ലേറ്റർ സ്റ്റോറി റിവീൽ ആക്കും ഹീസ് മിസ്റ്റർ നെഗറ്റീവ്, ഡീമൺസിന്റെ ഹെഡാണെന്ന്. കിഡിലും കട്ട് സീൻസിലാണ് ഈ സീൻസ് ഒക്കെ കാണിച്ചു പോകുന്നത്. ഓവറോൾ ഈ ഗെയിമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലനാണ്. സ്പൈഡർമാൻ സീരീസിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലനാണ് മാർട്ടിൻ ലീ ഓർ മിസ്റ്റർ നെഗറ്റീവ്. അടുത്തതാണ് ഡോക്ടർ ഒക്ടോബസ്. ഇത് ഈ ഗെയിമിലെ സർപ്രൈസിങ് എലമെന്റ് ആയിരുന്നു. കാരണം ദേ ഡിഡ് നോട്ട് റിവീൽ ഹിം ബീയിങ് എ വില്ലൻ ഇൻ ദ ഗെയിം. അതുകൊണ്ട് തന്നെ ആരും പ്രതീക്ഷിച്ചില്ല ഡോക് ഓക്ക് ഇതിലെ മെയിൻ വില്ലൻ ആകുമെന്ന്. ഹീസ് എ വെൽ റിട്ടൺ ക്യാരക്ടർ. അദ്ദേഹവും പീറ്ററും തമ്മിലുള്ള ബോണ്ട് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ മെൻഡറോ അതിനേക്കാളും നമുക്ക് ഫാദർ ആൻഡ് സൺ പോലെ പലപ്പോഴും ഫീൽ ആവും. ആൻഡ് ഹൗ പീറ്റർ അഡ്മയേഴ്സ് ഡോക്ടർ ഒക്ടേവിയസ്. പിന്നെ പുള്ളിയുടെ ഡ്രീം പ്രൊജക്ട് ഹൗ ഹി ബിക്കം എ വില്ലൻ, ഇതൊക്കെ അവർ പക്കയായിട്ട് കൺവിൻസ് ആക്കിയിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഇവരുടെ ഡയലോഗ്സും ഫൈറ്റ്സും എല്ലാം നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന സീൻസ് ആണ്. ഇനി നമുക്ക് MJയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഷീ വാസ് ദ മോസ്റ്റ് അനോയിങ് ക്യാരക്ടർ ഇൻ ദ എൻറ്റയർ ഗെയിം. ചില സമയത്ത് പീറ്ററിനോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി കുറച്ച് നല്ല സീൻസ് ഒക്കെ MJക്ക് ഈ ഗെയിമിലുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും. And they actually improved her character in Marvel Spider-Man 2. I mean, not the design, it got worse. But her attitude, human attitude ഒക്കെ സെക്കൻഡ് ഗെയിമിൽ അവർ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മാർവൽ സ്പൈഡർമാൻ 2 വീഡിയോയിൽ പറയാം. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ ബിലോ. സെക്കൻഡ്, ദ ഗെയിം പ്ലേ. ദ ഗെയിം പ്ലേ വാസ് സോ സാറ്റിസ്ഫൈങ്.
ഫ്രം നമുക്ക് ഫസ്റ്റ് സ്വിംഗ് ചെയ്യുമ്പോൾ തൊട്ട് ലാസ്റ്റ് വരെയും ഈ ഗെയിമിൽ അടിപൊളി ഗെയിമിംഗ് മെക്കാനിക്സ് ആണ്. ഓപ്പണിംഗ് ട്യൂട്ടോറിയൽ സീൻസ് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങും ഇതിന്റെ ഗെയിം പ്ലേ. ആക്ച്വലി ഇതിലെ സ്വിംഗിങ് സോ ഫ്ലൂയിഡ്. നമ്മൾ ഗെയിം കംപ്ലീറ്റ് ആക്കിയാലും നമ്മൾ വെറുതെ ഇടക്കിടക്ക് ഈ ഗെയിം എടുത്തോണ്ടിരിക്കും, ചുമ്മാ സിറ്റിയിലൂടെ സ്വിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇറ്റ് സോ ഫ്ലൂയിഡ് ആൻഡ് അഡിക്റ്റീവ്. ഇതിലെ ഫൈറ്റിംഗ്സ്, മൂവ്സ്, ഡോഡ്ജസ് ആർ വെൽ ഡിസൈൻഡ്. ഇതിലെ ഗാഡ്ജറ്റ് സിസ്റ്റം ഇസ് റിയലി കൂൾ. കാരണം ഓരോ ഗാഡ്ജറ്റ് യൂസ് ആക്കുമ്പോഴും ഡിഫറെന്റ് ഫൈറ്റ് എക്സ്പീരിയൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ്. ഓരോ ഗാഡ്ജറ്റിനും അതിൻ്റെതായ യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ കോമ്പാക്ട് ഒക്കെ വേറെ ലെവലാണ്. അടുത്താണ് ഇതിലെ സൂട്ട് സിസ്റ്റം. ഇതിൽ സൂട്ട്സ് ഒക്കെ കിഡിലാണ്. ദർ ആർ മൂവി സൂട്ട്സ്, കോമിക് സൂട്ട്സ്. സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സൂട്ട്സിന് മാത്രം ചില സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്. ഓരോ സൂട്ട്സ് അൺലോക്ക് ആകാൻ നമുക്ക് കൂടുതൽ അത് കാരണം ക്യൂരിയോസിറ്റി ഒക്കെ തോന്നും. ടോബിയുടെ സൂട്ട്സും ആൻഡ്രോയിഡും ടോം ഹോളണ്ടിന്റെ സൂട്ട്സ് ഒക്കെ ഇട്ട് കളിക്കുമ്പോൾ നമുക്കൊരു മൂവി വൈബ് ഒക്കെ ഫീൽ ചെയ്യും. ഓവറോൾ ദ ഗെയിം പ്ലേ ഇസ് റിയലി ഗ്രേറ്റ്. ദ വിഷ്വൽസ് ആൻഡ് മാപ്സ്. മാർവൽ സ്പൈഡർമാൻ ലാസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ PS4 ജനറേഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലുക്കിംഗ് ഗെയിം ആണെന്ന് ഉറപ്പിച്ച് പറയാം. കോസ് ദ ഗെയിം ലുക്ക് ഡാം ബ്യൂട്ടിഫുൾ. എവറി പാർട്ട് ഓഫ് ദി സിറ്റി ബിൽഡിംഗ്സ് ആർ കെയർഫുൾ ആൻഡ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ്. അതുകൊണ്ട് തന്നെ ദ വേൾഡ് ഫെൽറ്റ് അലൈവ് മോസ്റ്റ് ഓഫ് ദ ടൈം. നമുക്ക് റാൻഡം സൈഡ് മിഷൻസ് വരും. അതായത് ഇപ്പൊ ഓരോ മിഷൻ പാർട്ടിലും റോബറി, കാർ ചേസ് ഒക്കെ. ഇതൊക്കെ നമുക്ക് മാപ്പ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും അതോടൊപ്പം തന്നെ വേൾഡ് കൂടുതൽ അലൈവ് ആയിട്ട് ഫീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ടാസ്ക് മാസ്റ്റർ, സ്ക്രൂബോൾ തുടങ്ങിയ സൈഡ് മിഷൻ ഒക്കെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനും കൂടെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഗെയിമിന്റെ ലൈറ്റിംഗ് E3 ഗെയിം പ്ലേ കാണിച്ചതിലേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ ലുക്സ് ഗ്രേറ്റ്. പിന്നെ ഈ ഗെയിമിന്റെ ലൈറ്റിംഗ് നൈറ്റിലൊക്കെ ടൈം സ്ക്വയർ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ അടിപൊളിയാണ്. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യമാണ് ഇതിലെ ക്യാരക്ടർ ഡിസൈൻ. ഇതിൽ ഓരോ ക്യാരക്ടറും ഒരു പ്രോപ്പർലി ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ക്രാഫ്റ്റ് ചെയ്തതാണ്. ഈവൻ ഫേഷ്യൽ ഫീച്ചേഴ്സ് വരെ അടിപൊളിയാണ്, ഡീറ്റെയിൽഡ് ആണ്. അതുകൊണ്ട് വിഷ്വൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ ഗെയിം സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഗെയിംസ് ഔട്ട് ദെയർ. ഇനി കുറച്ച് സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ട്. ബ്ലാക്ക് ക്യാറ്റ്. ഈ ഗെയിമിൽ ബ്ലാക്ക് ക്യാറ്റ് ഒരു മെയിൻ DLC ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് കുറച്ച് ചലഞ്ചസിൽ ബ്ലാക്ക് ക്യാറ്റിനെ ടീസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്ലാക്ക് ക്യാറ്റ് ഈ ഗെയിമിലെ തന്നെ ഒരു ബെസ്റ്റ് പാർട്ടാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പീറ്റർ ആൻഡ് ഫെലീഷ്യ ഇവർ രണ്ടുപേരുടെയും പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഈ മിഷൻസ് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ചോദ്യങ്ങളൊക്കെ തോന്നും. അത് ബ്ലാക്ക് ക്യാറ്റ് തന്നെ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. അടുത്താണ് ടാസ്ക് മാസ്റ്റർ. ഇതൊരു ടാസ്ക് മാസ്റ്റർ ഗെയിമിൽ അൺഎക്സ്പെക്ടഡ് ക്യാരക്ടർ ആയിരുന്നു. ടാസ്ക് മാസ്റ്റർ ചലഞ്ചും ടാസ്ക് മാസ്റ്റർ ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് എൻകൗണ്ടേഴ്സ് ഒക്കെ നൈസ് ആയിരുന്നു. ഇറ്റ് മെയ്ഡ് ദ വേൾഡ് ഫീൽ മോർ അലൈവ്. ഒരുപാട് കാര്യങ്ങൾ ആ സിറ്റിയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ ഇതുപോലുള്ള മിഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൺക്ലൂഷൻ: ഇതൊക്കെയാണ് ഈ ഗെയിമിനെ സ്പെഷ്യൽ ആക്കുന്ന കീ എലമെന്റ്സ്. എസ്പെഷ്യലി എനിക്ക് തോന്നിയത് സ്പൈഡർമാൻ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സൂപ്പർ ഹീറോ ആണ്. ആൻഡ് ഐ എം എ സ്പൈഡർമാൻ ഫാൻ. സ്പൈഡർമാൻ IP യൂസ് ചെയ്തിട്ട് ഗെയിം റിലീസ് ചെയ്യുന്നത് ഒരു വലിയ സംഭവമാണ്. സ്പൈഡർമാന്റെ ഗെയിം എന്നതുകൊണ്ട് മാത്രം ഒരുപാട് കോപ്പീസ് വിറ്റ് പോകാനും ഈസിലി ഫിനാൻഷ്യലി ഹിറ്റ് ആവാനും സാധിക്കും. ബട്ട് ഇൻസോമിനിക് നമുക്ക് തന്നത് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ആൻഡ് പെർഫെക്റ്റ് സ്പൈഡർമാൻ സ്റ്റോറി. ഈ ഗെയിമിലെ എല്ലാ ആസ്പെക്ട്സും അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗെയിം ഇത്രയ്ക്ക് വലിയ സക്സസ് ആയതും. ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ടാണ് ഇൻസോമിനിയാക്ക് ഈ ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും. ആൻഡ് ദാറ്റ് മെയ്ഡ് ദിസ് ഗെയിം സോ സ്പെഷ്യൽ. നിങ്ങളൊരു സൂപ്പർ ഹീറോ ഫാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഹീറോ ടൈപ്പ് ഗെയിംസ് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങളൊരു സ്പൈഡർമാൻ ഫാൻ ആണെങ്കിൽ, ഇതുവരെ ഈ ഗെയിം കളിച്ചിട്ടില്ലേ, ദിസ് ഇസ് എ മസ്റ്റ് പ്ലേ ഗെയിം. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും കളിച്ചിരിക്കേണ്ട ഗെയിമാണ് മാർവൽ സ്പൈഡർമാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ ചാനലിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ ബിലോ.